പടിഞ്ഞാറെ ആഫ്രിക്കൻ തീരത്തുനിന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു കടൽ കൊള്ളക്കാർ തുർക്കി കമ്പനിയുടെ MV കോട്ടൺ എന്ന ടാങ്കർ റാഞ്ചിയത്. കപ്പലിന്റെ വാർത്താവിനിമയ സംവിധാനം കൊള്ളക്കാർ തുടക്കത്തിൽ തന്നെ വിച്ഛേദിച്ചിരുന്നു. ഇതിനാൽ ആശയവിനിമയം സാധ്യമായില്ല. കപ്പലിന്റെ പേരുൾപ്പെടെ കൊള്ളക്കാർ മാറ്റിയെഴുതി. 8 ദിവസം ഏറെ ഭീതിയോടെയാണ് തങ്ങൾ കഴിഞ്ഞതെന്ന് ഇവർ പറയുന്നു. 8 ദിവസം തന്നെ ഈ കൊള്ളയടി തന്നെ. കപ്പലിലെ എല്ലാവരും കേബിനിൽ പോയി അവരവരെ സാധനം, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, എന്തെങ്കിലും പേഴ്സണൽ എന്തെങ്കിലും സാധനം, അത് കാശ്, എല്ലാവരും കാശ് ചോദിച്ചില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ രണ്ടാമത് അവർ ക്യാബിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം പോക്ക്. പണവും സാധനങ്ങളും കൊള്ളക്കാർ കവർന്നെടുത്തു. കപ്പലിലുണ്ടായിരുന്ന എണ്ണയും കൈക്കലാക്കി. എല്ലാം സ്വന്തമാക്കിയ ശേഷം 8-ാം നാൾ പുലർച്ചെ കൊള്ളക്കാർ കപ്പലിൽ നിന്നും ഇറങ്ങിപ്പോയി. 29-ന് വൈകിട്ട് ഘാനയിലെത്തിയ ഇവർ അവിടെ നിന്ന് നാട്ടിലേക്ക് വിമാനം കയറി. ബുധനാഴ്ച പുലർച്ചെ ഇവർ വീട്ടിലെത്തി. സുരക്ഷിതരായി ഇവർ തിരിച്ചെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് കാസർകോട് അടുക്കത്ത് ബയലിലെ വസന്തകുമാറിന്റെ വീടും പാലക്കുന്ന് ബാബുവിന്റെ വീടും. മീഡിയ 1 കാസർകോട്.